ഓക്കെ ഗൈസ് നമ്മളെന്തായാലും ഇപ്പം എന്തായാലും ഗൈസ് എന്തായാലും നിൽക്കണമെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ബീച്ചിൽ കിടക്കുകയാണ്. ഓക്കെ, അപ്പം ഇതെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ആ ഒരു ഗ്രാനി സീരീസിലുള്ള ബാക്കി വീഡിയോകളൊക്കെയാണ് ഗൈസ്. ഒക്കെ ഈ ഒരു വീഡിയോയുടെ നമ്മുടെ ഈ ഒരു സീരീസ് എന്തായാലും ഇവിടെ വെച്ചാൽ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും കഴിഞ്ഞ നമ്മുടെ ആ ഒരു വീഡിയോകളൊക്കെ എന്തായാലും കണ്ടവർക്കൊക്കെ മനസ്സിലാവും കേട്ടോ. നമ്മുടെ ഗ്രാനി കാര്യങ്ങളൊക്കെ എന്തായാലും ഗൈസ് നമുക്കിട്ട് പിന്നെ നല്ല 8ൻ്റെ പണികളൊക്കെ തന്ന് എന്നെയും അതേപോലെ തന്നെ നമ്മുടെ ഷിൻജാനെ എന്തായാലും ഒരു ഗ്രേവ് യാർഡിൽ എന്തായാലും കൊണ്ടെന്തായാലും ഇട്ട് നമ്മുടെ ഗ്രാനികളൊക്കെ. ഓക്കെ, എന്തൊരു സംഭവിച്ചു, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ടെലിപ്പോർട്ടായി നേരെ നമ്മളൊരു ഗ്രേവ് യാർഡിൽ പോയി. എന്നിട്ട് അവിടെ നമ്മളെന്തായാലും ഫുള്ളായിട്ട് നമ്മൾ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കണ്ടിട്ട് ഞാൻ ഷിൻജാനും കൂടെ എന്തായാലും വെളിയിലിറങ്ങി നിന്നപ്പോൾ ഞാൻ ഷിൻജാനും കൂടെ പിന്നെയും ടെലിപ്പോർട്ടായി ഏതോ ഒരു സാധനത്തിൻ്റെ മണ്ടൊക്കെ എന്തായാലും ഇടിച്ചെന്തായാലും വീണിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഓരോ ഓർമ്മയും തന്നെ എന്തായാലും ഇല്ല. പിന്നെ നമ്മളെന്തായാലും കണ്ണ് തുറന്നപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളത്തിലും കളക്കാണ് കിടക്കണം. ഇത് ഏത് സ്ഥലമെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം. ഇത് നമ്മുടെ ബീച്ച് കളക്കാണ്, നല്ല മഴയും കളക്കാണ് കേട്ടോ. ഇത് നമ്മുടെ ബീച്ചിൽ കളക്കാണ് നമ്മളിപ്പോൾ കിടക്കണേന്ന് വെച്ചാലൊക്കെ. എൻ്റെ മോൻ എന്ത് പറയണമല്ലോ കേസൊക്കെ, നമ്മൾ ബീച്ചിലാണ് കിടക്കുന്നത്. നമ്മുടെ ഡിഫൻഡറാണ് ഈ വെള്ളത്തിൽ കിടക്കുന്നത്. അത് നമ്മളെ അതേപോലെ തന്നെ ഗ്രാനി ഈ വെള്ളത്തിൽ കൊണ്ടിട്ട് നമ്മുടെ ഷിൻജാനെ തട്ടിക്കൊണ്ട് പോയി കേസൊക്കെ. ഇപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. നമുക്കെന്തായാലും വണ്ടിയിനകത്ത് എന്തായാലും കയറാം. നമുക്ക് ഒട്ടും തന്നെ വയ്യ കേട്ടെ. നേരെ നടക്കാൻ ഒന്നിനും പറ്റണില്ലായിരുന്നു. നമുക്ക് ഒട്ടും തന്നെ വയ്യ. ഗ്രാനി അടിച്ചൊരു പരിവാക്കിയിട്ടുണ്ട് നമ്മൾ. എൻ്റെ അമ്പോ നമുക്കെന്തായാലും നേരെ എന്തായാലും നമ്മുടെ ഏതാണ് വണ്ടി കൊണ്ടുപോകുമ്പോൾ വെളിയിറങ്ങാം. എൻ്റെ അമ്മ വണ്ടിയുടെ ബാക്കിലത്തെ 2 ഡോർ ഇളകി പോയിട്ടുണ്ട് കേട്ടോ. വണ്ടി ഫുള്ളായിട്ട് നശിച്ചിട്ടുണ്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ഷിൻജാനെ രക്ഷിക്കണം കേസൊക്കെ. നമുക്കെന്തായാലും നേരെ എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് എന്തായാലും പോവാം. നമുക്ക് ഇപ്പം എന്തായാലും ഷിൻജാനെ രക്ഷിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഇപ്പോൾ നല്ല രാത്രിയും ഇറങ്ങണം. ഓക്കെ, നമുക്കെന്തായാലും നേരെ എന്തായാലും നമ്മുടെ വീട്ടിലോട്ടേക്ക് പോവാം. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ ലൈറ്റോ കാര്യങ്ങളോ വലുതായിട്ടൊന്നും വർക്ക് ചെയ്യണില്ല കേട്ടോ. വണ്ടി ഡിമ്മായിട്ടാണ് വണ്ടിയുടെ ലൈറ്റൊക്കെ കത്തണം. ഫുള്ള് ഡാമേജ് ആയിക്കണം, വണ്ടി വെള്ളത്തിൽ വീണം. ഓക്കെ, നമ്മളങ്ങനെ അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വണ്ടി മൊത്തത്തിൽ പൊളിഞ്ഞ കേട്ടോ. നമുക്കെന്തായാലും ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. പക്ഷേ എൻ്റെ ഈ വണ്ടിന് ഒരു ഉപയോഗം കൊള്ളൂല കേസ്. ഓക്കെ, നമുക്ക് വേണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്കെന്തായാലും കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങാം കേസ്. നമുക്ക് ഒട്ടും തന്നെ വയ്യ സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ഈ വണ്ടി ഒന്ന് അങ്ങോട്ടൊന്ന് നീക്കിയിടാം കേസ്. ഓക്കെ, നമുക്കെന്തായാലും നേരെ വണ്ടി കയറി അങ്ങോട്ട് നീക്കിയിടാം. നമുക്കെന്തായാലും ഫസ്റ്റ് എന്തായാലും കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങാം കേസ്. നമുക്ക് ഒട്ടും തന്നെ വയ്യ, നമ്മൾ ആകെ ടയേർഡാണ്. എന്നിട്ട് നമുക്ക് എന്തായാലും ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആയിട്ട് എന്തായാലും ഇറങ്ങാം കേസ്. നമുക്ക് എങ്ങനെയാലും ഷിൻജാനെ കണ്ടുപിടിച്ചേ പറ്റൂ. ഓക്കെ ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ എന്തായാലും കേസ് എന്തായാലും കുറേ നേരം എന്തായാലും കിടന്നെന്തായാലും ഉറങ്ങിയിട്ട് എന്തായാലും ഫൈനലി എണീറ്റിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, അത്യാവശ്യം എന്തായാലും രാവിലെങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, മഴ പക്ഷേ തീർന്നിട്ടില്ല. മഴ എപ്പോഴും എന്തായാലും പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമുക്കെന്തായാലും നമ്മുടെ ഷിൻജാനെ എങ്ങനെ രക്ഷിക്കണം. നമ്മൾ ഇത്രയും കിടന്നെന്തായാലും ഉറങ്ങിയിട്ട് പോലും നമുക്ക് ഒട്ടും തന്നെ നേരെ നടക്കാനൊന്നും തന്നെ പറ്റില്ല കേട്ടോ. നമുക്ക് ഒട്ടും തന്നെ വയ്യ വെച്ചാൽ കാലൊക്കെ ഫുള്ളായിട്ട് ഇഞ്ചേർഡാണ്. നമുക്ക് നേരെ ഓടാൻ പറ്റുന്നില്ല കേസ്. ഓക്കെ, അങ്ങനെ ഒരു സീനുണ്ട്. നമ്മൾ ഇത്രയും കിടന്ന് ഉറങ്ങിയിട്ട് പോലും നമുക്ക് വയ്യ കേസൊക്കെ. നമ്മുടെ ഡിഫൻഡറാണെങ്കിൽ പൊളിഞ്ഞടക്കുകയാണ്. അത് നമ്മൾ എടുക്കണില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു BMW കൂടെ ഉണ്ട്. ഓക്കെ, നമ്മൾ മുമ്പ് എപ്പോഴോ അടിച്ചു മാറ്റിയ ഒരു BMW കളൊക്കെയാണ് കേസൊക്കെ. ഒരു പച്ച കളർ BMW കളൊക്കെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ആ വണ്ടിയുടെ അടുത്ത് നോക്കുക. നമ്മൾ ഈ വണ്ടി ബാക്കിൽ എന്തായാലും സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഈ വണ്ടി നമ്മുടെ പേഴ്സണലായിട്ട് അങ്ങ് എടുത്തേക്കാണ്. ഓക്കെ, നമ്മളെന്നോ അടിച്ചു മാറ്റിയൊരു വണ്ടി കളയാണ്. നമുക്കിപ്പോൾ നൈസായിട്ട് ഈ വണ്ടി എടുത്തിട്ട് നേരെ ഒക്കെ ഷിൻജാനെ രക്ഷിക്കും. എനിക്ക് ഒട്ടും വയ്യ കേസുണ്ടാവും. വണ്ടിയൊക്കെ ഓടിക്കാനൊക്കെ ഭയങ്കര പാടാണ്. നമുക്കെന്തായാലും ഈ ഒരു BMW എടുത്തുകൊണ്ട് പോകാം. നമുക്ക് ആ ഡിഫൻഡർ പിന്നെ എപ്പോഴെങ്കിലും റിപ്പയർ ചെയ്യാം. ഡിഫൻഡറിനെക്കാളും വലുതാണ് കേസ് എൻ്റെ ഷിൻജാനൊക്കെ. നമുക്ക് എങ്ങനെ ഷിൻജാനെ രക്ഷിക്കണം. ഓക്കെ കേസ്, പിന്നെ ഒരു അൺനോൺ നമ്പർ കണക്കെയാണ് കേസ് നമ്മളെ വിളിക്കണമെന്ന് വെച്ചാൽ ഇത് ആരാണെന്ന് അറിഞ്ഞൂടാ. മിക്കവാറും കേസ് ഗ്രാനി ആയിരിക്കും. നമുക്കിട്ട് ഞാൻ അടുത്ത പണി തരാൻ വേണ്ടിയിട്ടായിരിക്കും ഗ്രാനി വിളിക്കണം. നമുക്ക് എന്തായാലും മൊബൈൽ എടുത്ത് നോക്കാം. ഓക്കെ ഗൈസ്, നൈസായിട്ട് പണി പാളിയേക്കാണ് ഗൈസ്. ഓക്കെ, എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഗൈസ് ഇതിപ്പോൾ വിളിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാനിങ്ങളൊക്കെ തന്നെയാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ ഗ്രാനിങ്ങളൊക്കെ എന്തിനാണ് നമ്മളെ വിളിച്ചതെന്ന് വെച്ചാൽ നീ അവിടെ സുഖമായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് നടക്കുകയാണെന്നൊക്കെ നമ്മുടെ ഗ്രാനികളൊക്കെ നന്നായിട്ട് അറിയാമെന്നൊക്കെയാണ് ഗ്രാനികളൊക്കെ പറയുന്നത്. നമ്മുടെ ഗ്രാനികളൊക്കെ ഇപ്പോൾ പറയണതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാനികളൊക്കെ നമ്മുടെ ഷിൻജാനെകളൊക്കെ കൊല്ലാൻ പോകുമെന്നാണ് എന്തായാലും പറയണമെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മുടെ ഷിൻജാനെകളൊക്കെ ഗ്രാനി കൊല്ലുണ്ടെങ്കിൽ ഗ്രാനി പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ചെയ്തു കൊടുക്കണമെന്നാണ് നമ്മുടെ ഗ്രാനികളൊക്കെ പറയണമെന്ന് വെച്ചാൽ. സംഭവം എന്താണെന്ന് വെച്ചാൽ കേസ് നമ്മുടെ ഏതാണ് ഈ ഒരു നമ്മുടെ ഏതാണ് ഇന്ത്യയിൽ കണക്ക് ഒരു വില്ലേജ് കണക്കുണ്ട്. ആ ഒരു വില്ലേജിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് പുതിയതായിട്ടൊരു ഏതാണ് ഒരു മിലിറ്ററിയുടെ ഒരു ഗോൾഡൻ ടാങ്ക് കണക്ക് എന്തായാലും സ്പെഷ്യലായിട്ട് എന്തായാലും ഇമ്പോർട്ട് ചെയ്ത് എന്തായാലും കൊണ്ടുവന്നിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാണ്. ഓക്കെ, ഒരു ഗോൾഡൻ ടാങ്കുകളൊക്കെയാണ്. അപ്പോൾ ഗ്രാനി ഇപ്പോൾ പറയണമെന്ന് വെച്ചാൽ ഗ്രാനിക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ടാങ്കിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്.
അതുകൊണ്ട് ആ ഒരു ടാങ്കുകളൊക്കെ അടിച്ചു മാറ്റി നമ്മൾ കൊണ്ട് കൊടുക്കണമെന്നാണ് ഗ്രാനി പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഷിൻചാനെ കൊല്ലുമെന്നാണ് പറയണമെന്ന് വെച്ചാൽ. ഓക്കെ, അതേപോലെ തന്നെ എന്തൊക്കെയാണ് നടക്കണേന്ന് എനിക്കൊരു ഐഡിയ തന്നെ ഇല്ല ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് എന്തായാലും പോവാം ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ എന്തായാലും ആ ഒരു ടാങ്ക് അടിച്ചു മാറ്റി നമുക്ക് ഗ്രാനിയിലേക്ക് കൊണ്ടു കൊടുക്കാം. അല്ലെങ്കിൽ ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഫൈനലി ഗൈസ് നമ്മുടെ ഗ്രാനികളൊക്കെ പറഞ്ഞൊരു ലൊക്കേഷനിലോട്ട് ഗൈസ് നമ്മളെന്തായാലും എത്തിയിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ എന്നാണ് പറയാൻ ഗൈസ് നമ്മുടെ ഗ്രാനികളൊക്കെ ഒരു ഗോൾഡൻ ടാങ്കുകളൊക്കെ കിടക്കണേ. ആ ടാങ്ക് കൊണ്ട് അടിച്ചു മാറ്റി കൊണ്ടുപോയി കൊടുക്കാനൊക്കെ. അടിച്ചാടി കൊടുത്തില്ലെങ്കിൽ എന്ന് വെച്ചാൽ ഗ്രാനി അവിടെ ഷിൻചാനെ കൊല്ലും ഗൈസ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഷിൻചാനെ രക്ഷിക്കണം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ നമ്മുടെ BMW കൊണ്ടെന്തായാലും നമുക്ക് എന്തായാലും പോവാം ഗൈസ്. ഓക്കെ, എന്തായാലും ഇവിടെ ഇപ്പോൾ വേറെ ട്രെയിനും ആരെയൊന്നും തന്നെ കാണാനായിട്ടില്ല. ഇവിടെ ഫ്രണ്ടിലായിട്ട് ആ ടാങ്ക് കിടപ്പുണ്ട്. എൻ്റെ മോനെ ഗൈസ്, ഒരു കിടിലൻ ഗോൾഡൻ ടാങ്ക് കണക്കാണ്. ഓക്കെ, നമ്മുടെ ഗ്രാനി എങ്ങനെയെങ്കിലും പറ്റിച്ച് ഇവിടെ ഷിൻചാനെയും പിന്നെ ഈ ഒരു ടാങ്കിനെ അങ്ങ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് ചുമ്മാ ഒരു ഗോൾഡൻ ടാങ്ക് കിട്ടും. ഇതിനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പൈസയും അങ്ങനെ കിട്ടും കേട്ടോ. നമുക്ക് എന്തായാലും നമ്മുടെ BMW ഇവിടെ പാർക്ക് വരണ വഴിയിൽ എവിടെയൊക്കെ കൊണ്ടിടിച്ച് ഈ വണ്ടിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം. ഓക്കെ, നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ ഓടി എന്നാൽ ആ ഒരു ടാങ്ക് എടുക്കാം. ഓക്കെ ഗൈസ്, നൈസായിട്ട് പണിപ്പാളി. അവിടെ നിന്നൊരു ട്രെയിൻ വരെയാണ്. നമ്മൾ ഈ ടാങ്ക് എങ്ങാനും അടിച്ചു മാറ്റിക്കൊണ്ടുപോകണം. ആ ഒരു ട്രെയിനിലിരിക്കുന്ന ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാളും വലിയ പണിയാണ്. നമുക്കെന്നാൽ ഈ ടാങ്ക് എടുക്കാം. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ടാങ്കിലാണെങ്കിൽ മിസൈലുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, എൻ്റെ മോനെ ടാങ്ക് അല്ലെങ്കിൽ യൂസ് ചെയ്യണം മിസൈലിൽ വിടാനാണ്. ഓക്കെ, കാണാനുള്ള അടിപൊളി മിസൈലാണ്. ഈ മിസൈൽ ഇട്ടങ്ങ് ഗ്രാനിയെ കൊല്ലായിരുന്നു ഗൈസ്. ഓക്കെ, പക്ഷെ ഒരു സീൻ എന്ന് വെച്ചാൽ ഗ്രാനി സത്യത്തിൽ ഒരു പ്രേതമാണ് ഗൈസ്. ഓക്കെ, ഗ്രാനിയെ നമുക്ക് കൊല്ലാൻ പറ്റത്തില്ല കേസ്. ഓക്കെ, ഗ്രാനിക്ക് നമ്മളെ കൊല്ലാൻ പറ്റും, പക്ഷെ നമുക്ക് ഗ്രാനിയെ കൊല്ലാൻ പറ്റത്തില്ല. ഓക്കെ കേസ്, നമ്മളെ ഗ്രാനി കണക്ക് എന്നിട്ട് നമ്മളവിടെ പറഞ്ഞെന്ന് വെച്ചാൽ ഈ ഒരു ടാങ്ക് കണക്ക് അടിച്ചു മാറ്റിയിട്ട് നേരെ എന്തായാലും നമ്മുടെ നമ്മുടെ എയർപോർട്ടിൻ്റെ അവിടെ ചെല്ലാനാണ് പറയണത്. നമ്മുടെ ഷിൻചാനെയും കൊണ്ട് അവിടെ ഗ്രാനി അവിടെ വരാമെന്നാണ് എന്തായാലും പറഞ്ഞത്. നമുക്ക് എന്തായാലും എയർപോർട്ടിൽ എന്തായാലും പോവാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി നമ്മളെന്തായാലും എയർപോർട്ടിലൊക്കെ എത്തിയിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്കിനി നേരെ എന്തായാലും ഈ ഒരു എയർപോർട്ടിൽ എന്തായാലും കയറാം ഗൈസ്. ഓക്കെ, ഗ്രാനി ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞതെന്ന് വെച്ചാലോ. ഇനി നമുക്കിവിടെ എല്ലാം പണി വെച്ചിട്ടുണ്ടാന്ന് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും ഒരു പ്രൊട്ടക്ഷനായിട്ട് മിസൈലൊക്കെ ഇട്ട് പോവാണ് ഗൈസ്. പക്ഷെ ഇവിടെ ആയിട്ട് ആരും വന്നിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ ഗ്രാനിയുടെ കാർ ഒന്നും തന്നെ ഇവിടെ ഇല്ല. എനിക്ക് തോന്നുന്നു ഗ്രാനി വന്നിട്ടില്ലായിരിക്കും. നമുക്കെന്തായാലും ഈ ഒരു ടാങ്ക് ഇവിടെ പാർക്ക് ചെയ്യാം. എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ ഷിൻചാനെ രക്ഷിക്കണം ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എന്തായാലും നമുക്ക് ഗ്രാനി വരണവരെ വെയിറ്റ് ആക്കി. ഗ്രാനി ഇതുവരെയായിട്ട് വന്നിട്ടില്ല, അതാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇവിടെ ഗ്രാനികളൊക്കെ എന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഗ്രാനിയുടെ ആ ഒരു പൊളിഞ്ഞ് തവിട് പൊടി പണ്ടാരടഞ്ഞ ഒരു ഗ്രാനിയുടെ ആ ഒരു തവിട് പൊടിയായ ആ ഒരു ഫോർച്യൂണർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഈ വണ്ടി എന്താണ് ഇങ്ങനെ പല പല കളറായിട്ടിരിക്കണമെങ്കിൽ ഈ വണ്ടി മൊത്തത്തിൽ പൊളിഞ്ഞ് തവിട് പൊടി ഇരുന്ന വണ്ടികളൊക്കെയാണ്. ഓക്കെ, കുറേ വണ്ടിയുടെ പാർട്സ് എടുത്ത് ഇതിൽ വെച്ചതാണ്. ഓക്കെ, അപ്പോൾ ആ വണ്ടിയുടെയൊക്കെ പാർട്സിൻ്റെ കളർ പല പല കളറുകളൊക്കെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ വണ്ടി ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ഗ്രാനിയുടെ ഒരു പ്രേതമല്ല, അതുകൊണ്ട് പല പല കളറായിട്ടിരുന്നെന്ന് പറയാൻ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എന്തായാലും പക്ഷേ ഇതിൻ്റെ അത് ഷിൻചാനെ കാണാനല്ല, പക്ഷെ ഗ്രാനി ഇരിപ്പുണ്ട്. നമുക്കെന്തായാലും ഗ്രാനിയോട് സംസാരിക്കുക ഷിൻചാൻ ഇവിടെ പോയെന്ന്. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പം നൈസായിട്ട് പണി പാളിയേക്കാണ് ഗൈസ്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഗൈസ്, ഇതെന്ന് വെച്ചാൽ ഗൈസ് ഗ്രാനിയുടെ ഒരു ട്രാപ്പായിരുന്നു. നമ്മളാണ് ആ ട്രാപ്പിൽ നിന്ന് വീഴുകയാണ് ഗൈസ് ചെയ്തതെന്ന് വെച്ചാൽ. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഗൈസ്, സത്യത്തിൽ ഗൈസ് നമ്മുടെ ഗ്രാനി ഇനി ഒരിക്കലും ഗൈസ് നമ്മുടെ ഷിൻചാനെ വിട്ട് തരത്തില്ലെന്നാണ് ഗ്രാനി പറയണമെന്ന് വെച്ചാൽ. എന്തിനാണ് ഇങ്ങനെ ചെയ്യണേന്ന് എനിക്ക് ഒരു ഐഡിയ ഒന്നുമില്ല. അത് മാത്രമല്ല, ഗ്രാനിയുടെ ട്രാപ്പിൽ നമ്മളൊന്ന് വീണേക്കാണ്. എൻ്റെ മോനെ ഗ്രാനിയാണ് ഇവിടെ ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. അതുമാത്രമല്ല, ഗ്രാനിക്കാണെങ്കിൽ ഒരു പൈസ പോലും ഇല്ലാതെ ഫ്രീ ആയിട്ടൊരു ഗോൾഡൻ ടാങ്ക് കൂടെ നമ്മളെന്നാലും കൊണ്ടുപോയി അടിച്ചു മാറ്റി കൊടുത്ത്. ഇനി ഗ്രാനി ചെയ്യാൻ പോണ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഗൈസ്? നമ്മുടെ ഷിൻചാനെ ഗ്രാനികളൊക്കെ ഒരു അടിമയായിട്ട് എടുത്തിട്ട് നമ്മളെ ഗ്രാനി കൊല്ലാൻ പോകണമെന്നാണ് ഗൈസ് നമ്മുടെ ഗ്രാനികളൊക്കെ പറഞ്ഞു. നമ്മളെന്തിനാണ് കൊല്ലണതെന്ന് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. എൻ്റെ മോനെ നമ്മുടെ ഷിൻചാനെ അങ്ങ് എടുത്തിട്ട് നമ്മളെ കൊല്ലാൻ പോവുകയാണെന്നാണ് പറയുന്നത്. നമ്മുടെ ഫ്രാങ്ക്ലിനെ കൊല്ലാൻ പോവുകയെന്നാണ് പറയുന്നത് ഗൈസ് ഗ്രാനി. എന്താണ് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. അതേപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നമ്മളാണെങ്കിൽ നേരത്തെ നമ്മൾ 2 വട്ടം എന്തായാലും ഗ്രാനി നമ്മൾ എടുത്തിട്ട് ഏതൊരു ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് എറിഞ്ഞല്ലോ. ആ സമയത്ത് ഗ്രാനിയുടെ ഒരു പവർ നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളെന്തായാലും അത്രയും ഹൈറ്റ് ചെയ്ത് വീണിട്ട് പോലും നമ്മൾ ഡെഡ് ആവാത്തത്. പക്ഷെ ഇനി അങ്ങനെയല്ല, നമ്മുടെ ആ ഒരു ബോഡിയിൽ നിന്ന് ഒരു ശക്തി പോലും വെക്കാതെ ഗ്രാനി നമ്മൾ എടുത്ത് എറിയാൻ പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും നമ്മൾ ഡെഡ് ആവുമെന്നാണ് ഗ്രാനി പറയണമെന്ന് വെച്ചാൽ. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, അയ്യോ ഇതെന്താണ് ഗൈസ്, നമ്മുടെ ആ ഒരു സംഭവം പിന്നെ ഷെയ്ക്ക് ആവുകയാണ്.
നമ്മൾ മിക്കവാറും എങ്ങോട്ടെങ്കിലും ടെലിപ്പോർട്ട് അവിടെ നിന്ന് വീഴാനുള്ള പ്ലാൻ എടുത്തത്. എൻ്റെ മോനെ. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പം നൈസായിട്ട് വീണ്ടും നല്ല പണി പാളിയേക്കാണ് ഗൈസ്. ഗ്രാനി നമ്മളെ ഏതോ ഒരു സാധനത്തിൻ്റെ മണ്ടയ്ക്ക് എന്നതെല്ലാം എടുത്ത് എറിഞ്ഞേക്കാണ്. എൻ്റെ മോനെ, നമ്മൾ നേരെ അടിയിലേക്ക് പോണേ. എൻ്റെ മോനെ, ഫ്രാങ്ക്ലിൻ ഡെഡായ. ഓക്കെ ഗായ്സ്, നമ്മൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഗൈസ് നമ്മളെന്തായാലും രക്ഷപ്പെട്ടേക്കാണ് ഗൈസൊക്കെ. നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ എന്തോ ഒരു ഭാഗ്യം കൊണ്ടെന്നാലും രക്ഷപ്പെട്ടേക്കാണ് ഗൈസ്. നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ ഡെഡായാലും എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെട്ടത് നമുക്ക് ഒരു ഐഡിയ തന്നെ എന്തായാലും ഇല്ല. നമ്മളെന്തായാലും അടി വന്നെന്തായാലും അടിച്ചെന്നാലും തറയിൽ വീണപ്പോൾ നമുക്കെന്തായാലും ഒന്നും തന്നെ പറ്റിയില്ല. നമ്മളെന്തായാലും എണീറ്റ് എന്തായാലും നേരെ. പക്ഷെ എന്തോ ഒരു ഷോക്ക് പോലത്തെ എന്തോ ഒരു സാധനം അടിച്ചെന്തായാലും കേസൊക്കെ. പിന്നെ അതിനുശേഷം ഒന്നും അറിയണം. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എന്തായാലും എസ്കേപ്പ് ആവാൻ കേസ്. നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ഷിൻചാനെ നമുക്ക് പിന്നെ എപ്പോഴും നമുക്ക് എന്തായാലും രക്ഷിക്കണം. നമുക്ക് എന്തായാലും പോവാം. ഇതെന്താണ് ഗായ്സ്? ഫ്രാങ്ക്ലിൻ ഡെഡായാ? നൈസായിട്ട് പണി പാളിയേക്കാണ് ഗൈസ്. ഫ്രാങ്ക്ലിൻ ഡെഡായി ഗൈസ്. എൻ്റെ മോനെ, എന്താണ് സംഭവം എന്നറിയാമോ ഗൈസൊക്കെ? നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ ഡെഡായി. ഫ്രാങ്ക്ലിനുകളൊക്കെ ഡെഡായിട്ട് ഫ്രാങ്ക്ലിൻ്റെ ബോഡികളൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് ഇങ്ങനെ സ്റ്റാച്ചുവായി നിൽക്കുകയാണ്. ഫ്രാങ്ക്ലിൻ്റെ ആത്മാവാണ് ഗൈസ് ഇതെന്ന് വെച്ചാൽ. എൻ്റെ മോനെ കണ്ടോ, നമുക്ക് നമ്മുടെ ബോഡീനെ കാണാൻ പറ്റില്ല നമ്മുടെ ഈ ഒരു ഇതിൽ. പക്ഷെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നമ്മുടെ ബോഡികളൊക്കെ സ്റ്റാച്ചു ആയിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ ഫ്രാങ്ക്ലിൻ ഡെഡായി ഗൈസ്. ഓക്കെ, ഫ്രാങ്ക്ലിൻ്റെ ആത്മാവാണ് നമ്മുടെ കയ്യിൽ ഇപ്പം ഇരിക്കണമെന്ന് വെച്ചാൽ. എൻ്റെ മോനെ, നമുക്ക് പറന്ന് നടക്കാനൊക്കെ പറ്റും. പക്ഷേ നമുക്ക് വേറെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ജസ്റ്റ് പറക്കാനേ പറ്റുമോ. നമ്മുടെ ബോഡിയിലേക്കൊക്കെ തിരിച്ച് കയറാൻ പറ്റത്തില്ല ഗൈസ്. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ കാര്യത്തിൽ ഇവിടെ ഒരു തീരുമാനമായേക്കാണ്. ഗ്രാനി നമ്മുടെ ഫ്രാങ്ക്ലിനെ കൊന്നേക്കാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഇതേപോലെ എല്ലാ കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും എല്ലാം കാണാൻ പറ്റും. പക്ഷെ നമുക്ക് എന്തായാലും ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ആരോടൊന്നും മിണ്ടാനോ ഒന്നും തന്നെ നമുക്ക് പറ്റത്തില്ല. നിറച്ച് നമ്മുടെ ഒറിജിനൽ ബോഡികളൊക്കെ ഇവിടെ തന്നെ നിൽക്കുകയാണ്. നമുക്ക് ബോഡിയിലോട്ട് തിരിച്ച് എൻ്റർ ആവാൻ പറ്റത്തില്ല. ഓക്കെ, എൻ്റെ മോനെ, ഫ്രാങ്ക്ലിൻ ഡെഡായി ഗൈസ്.